ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIPs അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ദിസ് ഈസ് ജിതി CS. വെൽക്കം ടു ഫിനാൻസ് ചാണക്യ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ SIPs അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, ഇത് ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രക്രിയ എന്ന് പറയുന്നത് ഓരോ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി പേയ്മെന്റുകൾ നമ്മൾ ഈ SIP അഥവാ മ്യൂച്വൽ ഫണ്ടിന് റെമിറ്റ് ചെയ്യുക. അപ്പം ഇയർലി ഓർ മന്ത്ലി ഗ്രോത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് അനുബന്ധിച്ച്. ഇത് ഒരു RD പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. മന്ത്ലി, ക്വാർട്ടർലി ചെയ്യാം, അതുപോലെ തന്നെ ഹാഫ് ഇയർലിയും ചെയ്യാം. സോ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് വരികയാണ്. ഫീച്ചേഴ്സ് ഓഫ് SIP. സോ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്മോൾ ആൻഡ് റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് RD പോലെ ഓരോ മാസവും ഒരു ചെറിയ തുക, നിങ്ങളുടെ സാലറി ഇപ്പോൾ 30,000 ആണെങ്കിൽ നിങ്ങൾക്ക് 10,000 5,000 മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ സ്മോൾ ആൻഡ് റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ഓരോ മാസവും ചെയ്തു കഴിഞ്ഞാൽ മേ ബി ഡൗൺ ദ ലൈൻ ഒരു 25-30 ഇയേഴ്സിനുള്ളിൽ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെന്റ് ഡബിളും ട്രിപ്പിളും 4 ടൈംസും ആവാനുള്ള സാധ്യതകൾ ഉണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വെച്ച്. അതിന്റെ രണ്ടാമത്തെ ഫീച്ചറാണ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ സാലറി കിട്ടുമ്പോൾ തന്നെ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. സോ RD പോലെ തന്നെ ഇതും നമുക്ക് ആദ്യം തന്നെ സാലറി എപ്പോൾ കിട്ടും അപ്പോൾ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പല സൈറ്റുകളുണ്ട്, ഈവൻ ഫോൺ പേയിൽ പോലും നിങ്ങൾക്ക് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ പല SIPs ഉണ്ട്. അതിൽ നമുക്ക് വേറെ സീറോദ പോലുള്ള സൈറ്റുകളിൽ പോയി SIPയിൽ രജിസ്റ്റർ ചെയ്ത് SIP ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈസ് ഓഫ് ഇൻവെസ്റ്റിംഗ് വളരെ കൂടുതലാണ് SIPയെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. ഇതിൽ ഇരിക്കുന്ന പൈസ ഇപ്പോൾ 5,000 രൂപയാണ് ഈ മാസം നമ്മൾ റെമിറ്റ് ചെയ്തതെന്ന് വെക്കുക. ഈ മാസം അവസാനം നമുക്കൊരു റിട്ടേൺ, ഏതെങ്കിലും ഒരു റിട്ടേൺ വന്ന് അത് 5,200 രൂപയായെന്ന് വെച്ചോ. ഈ 200 രൂപയും ചേർത്താണ് അവർ അടുത്ത മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതേ കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് RDയിലും നമുക്ക് കിട്ടാറുള്ളത്. അടുത്തത് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പല വീഡിയോകളും നിങ്ങൾ SIPയെ പറ്റി സെർച്ച് ചെയ്തെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. പല ലാംഗ്വേജുകളിലും SIPയെ പറ്റി പല വീഡിയോകളും ഉണ്ട്. ഞാനും പലതും എടുത്ത് കണ്ടു. പക്ഷേ ഈ ഒരൊറ്റ ഫീച്ചർ, ഇതാണ് ഗെയിം ചേഞ്ചിങ് ഫീച്ചർ ഓഫ് SIP എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു ഫീച്ചറിനെ കറക്റ്റായിട്ട് ആരും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടിട്ടില്ല. സോ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സപ്പോസ് ഇന്നത്തെ ദിവസം 5,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക ഒരു SIP. ഈ മാസം അവസാനം ഇതിന്റെ വാല്യൂ ഇടിഞ്ഞ് 2,500 രൂപയായി. ഈ ആദ്യം 5,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5,000 യൂണിറ്റ് നിങ്ങൾക്ക് SIPയുടെ കിട്ടിയെന്ന് വെക്കുക. ഈ മാസം അവസാനം ഈ 5,000 യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഓരോ യൂണിറ്റിന്റെയും വാല്യൂ 50 പൈസയായിട്ട് ചുരുങ്ങും. സപ്പോസ് രണ്ടാമത്തെ മന്തും നിങ്ങൾ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 50 പൈസയിലായിരിക്കും. കാരണം രണ്ടാമത്തെ മന്തിൽ ഇതിന്റെ വാല്യൂ 50 പൈസയായി ചുരുങ്ങിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ഈ 50 പൈസയിൽ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10,000 യൂണിറ്റ് കിട്ടും. അപ്പം നിങ്ങളുടെ ടോട്ടൽ യൂണിറ്റ് എത്രയായി? ആദ്യത്തെ 5,000 പ്ലസ് ഇപ്പോഴത്തെ 15,000 യൂണിറ്റുകളായി. ഈ 15,000 യൂണിറ്റുകളുടെ ഇപ്പോഴത്തെ വാല്യൂ വെറും 7,500, 50 പൈസ നിരക്കിൽ 7,500 മാത്രമാണ്. പക്ഷേ ഈ മന്ത് അവസാനം ഇത് ഇൻക്രീസ് ആയി ഇതിന്റെ വാല്യൂ 1 രൂപയായി, തിരിച്ച് 1 രൂപയായെന്ന് വെച്ചോളൂ. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 15,000 രൂപയാവും. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 2 മാസം വെറും 10,000 രൂപയും കിട്ടുന്നത് 15,000 രൂപ. ഇതാണ് റുപ്പി കോസ്റ്റ് ഓഫ് ആവറേജ്. നിങ്ങളുടെ വാല്യൂ കുറഞ്ഞാലും, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ വാല്യൂ കുറഞ്ഞാലും അതിനും ഒരു ബെനിഫിറ്റ് SIP തരും. ഇതാണ് SIPയെയും RDയെയും വ്യത്യസ്തമാക്കുന്ന വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. വേറെ പല ഫാക്ടറുകളും ഉണ്ട്. അതിൽ ഒന്ന് ഈ RD എന്ന് പറയുന്ന സേഫ് ഹേവൻ ആണ്, സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. SIP എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ളതല്ല. അവർ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോണ്ട് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത്ര സേഫ് ആയിട്ടുള്ളതല്ല നമ്മുടെ SIP എന്ന് പറയുന്നത്. കമ്മിങ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക് ടൈംസ് പബ്ലിഷ് ചെയ്തത് ഇന്ത്യയിലെ SIPs തരുന്ന ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 10.26% ആണ് ലാസ്റ്റ് 5 ഇയേഴ്സിന്റെ കണക്കുകൾ പ്രകാരം.
സോ അതിന് ഇടിയാൻ ചാൻസ് ഉണ്ട്, കാരണം കൊറോണ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അതിന് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും 10.26 എന്ന് പറയുന്ന പെർസെൻറ്റേജ് വളരെ ഹൈ പെർസെൻറ്റേജ് ആണ്. നമ്മുടെ അതർ ബോണ്ട് മാർക്കറ്റും PPF അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹൈ റിട്ടേൺ ആണ് 10.26% റിട്ടേൺ എന്ന് പറയുന്നത്. ഈ റിട്ടേണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പൗണ്ടബിൾ ആണ്. ഇത് നെക്സ്റ്റ് വർഷം കോമ്പൗണ്ടഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വശം. കമ്മിങ് ടു കമ്പാരിസൺസ് എന്ന് പറയുമ്പോൾ SIPയും സ്റ്റോക്കും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. SIP തരുന്ന ആവറേജ് ആനുവൽ റിട്ടേൺ 10.26 ആണ്. സ്റ്റോക്കുകൾ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ തരുന്നത് 16 to 17% ആണ്. അപ്പോൾ ഇത് തമ്മിൽ 5 to 6% വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, SIP ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SIP മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഇത് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ കാശ് വേറൊരു സ്റ്റോക്കിലോ അതുപോലെ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം മാനേജിങ് കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ലോസ് വരാനും ചാൻസ് ഉണ്ട്. SIPയിൽ അത്രത്തോളം ലോസ് വരാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. അടുത്തത് PPFും SIPയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. SIP എന്ന് പറയുന്നത് 10.26ഉം PPFന്റെ ഇപ്പോഴത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 7.1% ആണ്. ഇത് തമ്മിൽ ഏകദേശം 3% വ്യത്യാസമുണ്ട്. SIPക്ക് താരതമ്യേന കൂടുതലാണ്. പക്ഷേ PPFന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈലി ഗ്യാരണ്ടീഡ് ആണ്. ഗവൺമെന്റ് ഇതിന്റെ ഗ്യാരണ്ടി ഉണ്ട്. സോ ഇതിന്റെ കാശ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്കിയാണ്. പിന്നെയും നമുക്ക് ഇത് ലോസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് SIP PPFനെ അപേക്ഷിച്ച്. അതാണ് PPFും SIPയും തമ്മിലുള്ള കമ്പാരിസൺ. ബട്ട് എപ്പോഴാണ് നമ്മൾ PPFനെ SIPയേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഉണ്ടെന്ന് വെച്ചേക്കുക. എക്സാമ്പിൾ, ഒരു മേ ബി മകന്റെ എഡ്യൂക്കേഷൻ. സോ ദാറ്റ് ഈസ് എ ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ്. അത് 21 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരും എന്ന് നമുക്കറിയാം. ആ സമയത്ത് ഈ SIPയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ PPFൽ കറക്റ്റായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഇത് ഒരുവിധം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. PPFലും ഫുള്ളായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മാർക്കറ്റ് റിട്ടേണിന്റെ വളരെ മുകളിലായിരിക്കും PPFന്റെ ആവറേജ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. കമ്മിങ് ടു RD ആൻഡ് SIP. സോ RDയും SIPയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തി നോക്കിയാൽ RD ഏകദേശം 7% റിട്ടേൺ തരുന്നതായിരിക്കും ഹൈ അമൗണ്ട്സിന് ഹൈ പീരീഡ്സിന് വേണ്ടിയിട്ട്. SIP തരുന്നത് 10.26% റിട്ടേൺ ആണ്. RDയും മന്ത്ലി പേയ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ചെറിയ എമൗണ്ട് 5,000 6,000 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ SIP അതുപോലെ തന്നെ സ്മോൾ എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇത് തമ്മിലുള്ള കമ്പാരിസൺ, ഇത് തമ്മിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് മാത്രമാണ്. റുപ്പി കോസ്റ്റ് ആവറേജിങ് ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണെന്ന്. സോ ആ ഒരു ഡിഫറൻസ് ആണ് RDയും SIPയും വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെ SIPക്ക് താരതമ്യേന ഹയർ റിസ്ക് ആണ്. അതുകൊണ്ട് അതിന്റെ റേറ്റ് ഓഫ് റിട്ടേണും കൂടുതലാണ്. ഇനി ഞാൻ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം, ഉറപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം SIP എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, റിസ്ക് കൺസിഡർ ചെയ്താൽ പോലും. ബിക്കോസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തരുന്ന മാർക്കറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 16% to 17%. ഇത് കുറെ കാലങ്ങളായിട്ട് ഈ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതേപോലെ തന്നെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും SIPയും വരും കാലങ്ങളിൽ തരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ SIP എന്നുള്ളത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ ലിസണിങ്. Please subscribe, share if you like the video. Thank you.